ഇത് കേരള ലാ എൻട്രൻസ് എക്സാമിനും അതുപോലെ ക്ലാറ്റ് എക്സാമിനും ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉപകാരപ്പെടും. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, ക്വസ്റ്റ്യൻസും ആൻസറും നോക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണം, അതിനുശേഷം ആൻസർ വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഒരു 3-4 തവണയൊക്കെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്കിത് ഓർമ്മ നിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സെക്ഷൻ 66F ഓഫ് IT ആക്ട് 2008 ഡീൽസ് വിത്ത്. IT ആക്ട് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്. അതിൽ സെക്ഷൻ 66F എന്താണ് പറയുന്നത്? എ. സൈബർ ടെററിസം. ബി. സൈബർ സ്റ്റാക്കിംഗ്. സി. ചൈൽഡ് പ്രോണോഗ്രഫി. ഡി. ഫിഷിംഗ്. കറക്റ്റ് ആൻസർ എ. സൈബർ ടെററിസം. അപ്പോൾ 66F പറയുന്നത് സൈബർ ടെററിസത്തെ കുറിച്ചാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജി ഈസ്. ഹൈക്കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് ഏജ് എത്രയാണ്? എ. 60. ബി. 58. സി. 62. ഡി. 65. ആൻസർ 2. സി. 62. 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ എത്രയാണ്? 65 വയസ്സാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് കാണാൻ സാധിക്കുക? എ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ബി. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. സി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡി. നൺ ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ സി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പാർട്ട് 4-നകത്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതും കൂടി ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഉൾപ്പെടുത്താനും ശ്രമിക്കണം. ഇതിലാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം, നമ്മൾ ഫോറസ്റ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന കുറേ ഭാഗങ്ങളുണ്ട്. വില്ലേജ് പഞ്ചായത്ത്, യൂണിഫോം സിവിൽ കോഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. വേർ ഈസ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് സിറ്റുവേറ്റഡ്? എ. വിയന്ന. ബി. ബ്രിട്ടൻ. സി. ചൈന. ഡി. ഹേഗ്. കറക്റ്റ് ആൻസർ ഡി. ഹേഗ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഹൂ ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എ. ദ പ്രസിഡന്റ്. ബി. സുപ്രീം കോർട്ട്. സി. ദ പ്രൈം മിനിസ്റ്റർ. ഡി. ഹൈക്കോർട്ട്. കറക്റ്റ് ആൻസർ ബി. സുപ്രീം കോർട്ട്. റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32-ലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 32-ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ലെയ്ഡ് എംഫസൈസ് ഓൺ ദ ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് ലോ കം ടു ബി? എ. അനലറ്റിക്കൽ. ബി. സോഷ്യോളജിക്കൽ. സി. ഹിസ്റ്റോറിക്കൽ. ഡി. ഫിലോസഫിക്കൽ. കറക്റ്റ് ആൻസർ സി. ഹിസ്റ്റോറിക്കൽ. ഫാദർ ഓഫ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആരാണ്? സാവിഗ്നിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ജൂറിസ്പ്രുഡൻസ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ ഫോർമർ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ ബൈ എ. സാൽമണ്ട്. ബി. ഓസ്റ്റിൻ. സി. സ്റ്റോൺ. ഡി. ഹോളണ്ട്. കറക്റ്റ് ആൻസർ ഡി. ഹോളണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഹു ഹാസ് ദ അതോറിറ്റി ടു കോൾ എ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ two houses of parliament? A. Prime Minister. B. President. C. Member of Lok Sabha. D. Member of Rajya Sabha. Correct answer B. President. Question number 9. Under which Chief Justice of India the Constitution Bench described the basic structure of the Constitution for the first time? A. Mr. Justice J.M. Shailat. B. Mr. Justice J.S. Verma. C. Mr. Justice Sikari. D. Mr. Justice K.V. Chandrachud. Correct answer C. Mr. Justice Sikari. Question 10. Which constitutional article provides personal immunity for President and Governors for official act? A. Article 365. B. Article 366. C. Article 361. D. Article 368. Correct answer C. Article 361.
ആർട്ടിക്കിൾ 361 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് പ്രസിഡന്റ്, ഗവർണേഴ്സ് ആൻഡ് രാജ് പ്രമുഖ്സ്. അതിൽ പറയുന്നത് അവർക്ക് എതിരെ നോ ക്രിമിനൽ പ്രൊസീഡിംഗ്സ് വാട്ട്സോഎവർ ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓർ കണ്ടിന്യൂഡ് അഗെയിൻസ്റ്റ് ദ പ്രസിഡന്റ് ഓർ ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ എനി കോർട്ട് ഡ്യൂറിംഗ് ഹിസ് ടൈം ഓഫ് ഓഫീസ്. നോ പ്രോസസ് ഫോർ the arrest or imprisonment of the president or governor of a state shall issue from any court during his term of office. The president or the governor of or Raj Pramukh of a state shall not be answerable to any court for exercise and performance of a powers and duties of his office or for any act done or purporting to be done by him in the exercise and performance of those powers and duties. Any civil proceedings in which relief is claimed against the president or the governor of a state shall be instituted during his term of office in any court in respect of act done or purporting to be done by him in his personal capacity, whether before or after he enters upon his office as president or governor of such a state, until the expiration of 2 months next after notice in writing has been delivered to the president or governor as the case may be, or left at his office, stating the nature of proceedings, the cause of action, therefore the name, description and place of residence of the party by whom such proceedings are to be instituted and the relief which he claims. Question number 11. Which constitutional article defines law declared by Supreme Court to be binding on all courts? A. Article 141, B. Article 142, C. Article 143, D. Article 144. സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലോ സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ഉള്ള മുഴുവൻ കോടതികൾക്കും ആപ്ലിക്കബിൾ ആണ്. എല്ലാ ഹൈക്കോടതികൾക്കും അതിന് താഴെയുള്ള സ്മോൾ കോടതികൾക്കും എല്ലാം സബോർഡിനേറ്റ് കോടതികൾക്കും എല്ലാം ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റുകൾ ഫോളോ ചെയ്യുന്നത്. അത് നമുക്ക് കോടതികളിൽ ആർഗ്യൂ ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട്. അതുകൊണ്ട് അത് ബൈൻഡിങ് നേച്ചറുള്ള ഒരു ഡിസിഷനാണ് സുപ്രീം കോർട്ടിന്റെ ഡിസിഷൻ. അത് പറയുന്ന ആർട്ടിക്കിൾ എവിടെയാണ്? Correct answer A. Article 141. Question number 12. Which constitutional article lays down the provision for a national commission for scheduled caste? A. Article 337, B. Article 334, C. Article 338, D. Article 339. Correct answer C. Article 338. Question 13. International Day of Peace was observed on A. September 21, B. September 25, C. September 15, D. September 5. Correct answer A. September 21. Question 14. Acceptance is to an offer is what a lighted match is to a train of gunpowder. This principle was propounded by A. Pollock and Mulla, B. Friedman, C. Chessier and Pfiffut, D. Sir William Anson. Correct answer D. Sir William Anson. Question number 15. Good displayed in a shop window with price label will amount to A. Offer, B. Acceptance of offer, C. Invitation to offer, D. Counter offer. Correct answer C. Invitation to offer. നമ്മൾ കടകളിലൊക്കെ സാധനം ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണുന്നില്ലേ, അതെന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷൻ ആണ്. ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. Question 16. When the consent to an agreement is obtained by undue influence, the agreement is voidable at the option of A. Either of the parties to the agreement, B. A party whose consent is obtained, C. A party who obtained the consent, D. None of the above. Correct answer B. A party whose consent is obtained. ഒരു കൺസെന്റ് കൊടുത്തു ഒരു എഗ്രിമെന്റിൽ, അത് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അൺഡു ഇൻഫ്ലുവൻസ് വഴിയാണ്. അപ്പോൾ ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓയിഡബിൾ ആണ്. അത് ഓയിഡ് അല്ല, ബട്ട് ഓയിഡബിൾ ആണ്. ഓയിഡബിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓയിഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇല്ലാത്ത കാര്യമാണ്. വാലിഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പറ്റുന്ന കാര്യമാണ്. ഇതെന്ന് പറയുന്ന ഒരു കയാലപ്പുറത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഓയിഡബിൾ എന്ന് പറയുന്നത് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. Question number 17. A contract can be discharged by A. Mutual agreement and performance, B. Lapse of time and operation of law, C. Breach of contract, D. All of these. Correct answer D. All of these. Question 18. A contract with resident of an enemy country is A. Illegal, B. Void, C. Valid, D. voidable. ഒരു എനിമി കൺട്രിയുമായിട്ട് ഉള്ള ഒരു റെസിഡൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിൽ പാകിസ്ഥാനിയായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി എന്താണ് എന്നുള്ളതാണ്. പേഴ്സണൽ കോൺട്രാക്റ്റ്. കറക്റ്റ് ആൻസർ ബി. ഓയിഡ്. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് നിലനിൽക്കത്തില്ല. Question number 19. If an Indian citizen commits any offence out of India, he
കനോട്ട് ബി പ്രോസിക്യൂട്ടഡ് ഇൻ ഇന്ത്യ ആസ് ദ ആക്ട് വാസ് നോട്ട് കമ്മിറ്റഡ് ഇൻ ഇന്ത്യ. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യക്ക് പുറത്തൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അത് ഇന്ത്യയിൽ വെച്ച് കമ്മിറ്റ് ചെയ്ത ഒഫൻസ് അല്ല. ബി ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് ഇൻ ദ കൺട്രി വെയർ ദ ഒഫൻസ് വാസ് കമ്മിറ്റഡ്. അതായത് ഏത് രാജ്യത്താണോ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ വേണം പ്രോസിക്യൂട്ട് ചെയ്യാനുള്ളത്. സി ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് ഇൻ ഇന്ത്യ ഇൻ എനി പ്ലേസ് ഇൻ വിച്ച് ഹി മേ ബി ഫൗണ്ട്. ഇന്ത്യയിൽ എവിടെ വെച്ചാണോ അദ്ദേഹത്തിന് കിട്ടുന്നത് ഇന്ത്യയിൽ വെച്ച് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് മൂന്നാമത്തെ സിയിൽ പറഞ്ഞിരിക്കുന്നത്. ഡി നൺ ഓഫ് ദ എബവ്. ഇതൊന്നും അല്ല ആൻസർ. കറക്റ്റ് ആൻസർ സി ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് ഇൻ ഇന്ത്യ ഇൻ എനി പ്ലേസ് ഇൻ വിച്ച് ഹി മേ ബി ഫൗണ്ട്. ഇന്ത്യയിൽ വെച്ച് പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അത് ഇന്ത്യൻ പീനൽ കോഡിനകത്ത് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ 20. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഡു നോട്ട് എക്സ്റ്റെൻഡ് ടു കോസ് ഡെത്ത് ഓഫ് ദ ഒഫൻഡർ? എ റേപ്പ്, ബി കോസിംഗ് മിസ്കാരേജ്, സി ഗ്രാറ്റിഫൈങ് അൺനാച്ചുറൽ ലെസ്റ്റ്, ഡി കിഡ്നാപ്പിംഗ്. ഈ പ്രൈവറ്റ് ഡിഫൻസ് പറയുന്നുണ്ട്. പ്രൈവറ്റ് ഡിഫൻസിനകത്ത് ഇതിൽ പറയുന്ന ഏത് ആക്ടിലാണ് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ആളിനെ കൊല്ലാനായിട്ട് പറ്റാത്ത? ചില ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ കൊല്ലാൻ സാധിക്കും. നമ്മളാണ് അതിലെ വിക്ടിം എങ്കിൽ, അല്ലെങ്കിൽ ആ വിക്ടിം ഇങ്ങനെ ഒരു സാധനത്തിൽ ഇരയാവുന്നെങ്കിൽ മറ്റൊരാൾക്ക് അയാളെ കൊല്ലാനായിട്ട് സാധിക്കും. അത് പറയുന്നുണ്ട്. സെക്ഷൻ 100ലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൈവറ്റ് ഡിഫൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഒഫൻസിലാണ് കൊലപാതകം നടത്താൻ പറ്റാത്തത്? അതിൽ റേപ്പ്, ഗ്രാറ്റിഫൈങ് അൺനാച്ചുറൽ ലെസ്റ്റ്, കിഡ്നാപ്പിംഗ്. ഈ മൂന്നിലും കൊലപാതകം നടത്താനായിട്ട് സാധിക്കും. പറ്റാത്തത് correct answer B causing miscarriage. Question 21. Robbery is an aggravated form of A theft, B extortion, C either theft or extortion, D either theft or extortion or of both. Correct answer D either theft or extortion or of both. Question 22. Which of the following is an offence which is punishable in 4 stages? A robbery, B dacoity, C murder, D rape. Answer B dacoity. Question 23. Minimum number of persons required to commit an affray is A 5, B 2, C 10, D 11. Correct answer B 2. 2 പേര് വേണം മിനിമം. അഫ്രേ എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് ഇൻ പബ്ലിക് ഇൻ എ വേ ദാറ്റ് എൻഡേഞ്ചേഴ്സ് ഓർ അലാം അതേഴ്സ്. അതായത് ഒരു പബ്ലിക്കിൽ കിടന്ന് 2 പേര് കിടന്ന് വഴക്ക് കൂടുകയും അടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 159 ഇന്ത്യൻ പീനൽ കോഡിനകത്താണ് അഫ്രയെ കുറിച്ച് പറയുന്നത്. വെൻ 2 or more person ബൈ ഫൈറ്റിംഗ് ഇൻ എ പബ്ലിക് പ്ലേസ് ഡിസ്റ്റർബ് ദ പബ്ലിക് പീസ്. പബ്ലിക് പീസിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് 2 പേര് കിടന്ന്, അല്ലെങ്കിൽ 2ൽ കൂടുതൽ ആൾക്കാർ കിടന്ന്. മിനിമം 2 പേര് വേണം. നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 ആണ്. Question 24. നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ ചൈൽഡ് അണ്ടർ. ഒരു കുട്ടി, ഒരു ഏജ് ഉണ്ട്, ആ ഏജിൽ താഴെയുള്ള കുട്ടിയാണ് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഒഫൻസ് അല്ല. എ 8 years of age, ബി 10 years of age, സി 7 years of age, ഡി 12 years of age. കറക്റ്റ് ആൻസർ സി 7 years of age. ഇത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 82 ഇന്ത്യൻ പീനൽ കോഡിനകത്താണ്. അതിൻ്റെ മാക്സിമം ഉണ്ട് ഡോളി ഇൻ കെപാക്സ്. Question 25. How many types of punishments have been prescribed under the Indian Penal Code? A 3, B 6, C 5, D 4. Correct answer C 5. എന്തൊക്കെയാണ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 53ലാണ് ഡെത്ത് പെനാൽറ്റി, ലൈഫ് ഇംപ്രിസൺമെന്റ്, റിഗറസ് ഓർ സിമ്പിൾ, forfeiture of property, fine. Question 26. Dishonestly has been defined as doing anything with the intention to cause wrongful gain to one person and wrongful loss to another. Under A. Section 21, B. Section 23, C. Section 24, D. Section 25. Correct answer C. Section 24. ഈ ഡിസോണസ്റ്റ്ലി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ക്രൈമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നമ്മൾ തെഫ്റ്റ് ആണെങ്കിലും തെഫ്റ്റിൻ്റെ ഡെഫിനേഷനകത്ത് ഡിസോണസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഒരാളെ കയ്യിൽ നിന്ന് മോഷണം നടത്തണം എന്നുള്ള ഉദ്ദേശം. എന്തിനാണ് മോഷണം നടത്തുന്നത്? ആ ഡിസോണസ്റ്റ്ലി എന്ന് പറയുന്ന ഒരു കാര്യം വരണം. അത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇൻറ്റൻഷനോടുകൂടി ഒരാളുടെ പ്രോപ്പർട്ടി, നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടി എടുക്കണം. എന്തിനാണ്? നമുക്ക് ഒരു റോങ്ഫുൾ ആയിട്ടുള്ള ഗെയിൻ ഉണ്ടാവണം, ഒരാൾക്ക് റോങ്ഫുൾ ആയിട്ടുള്ള ലോസും ഉണ്ടാവണം. ഇതാണ് ഡിസോണസ്റ്റ്ലി എന്ന് പറയുന്നത്. Question 27. If I was asked to name any particular article in this constitution as the most important, an article without which this constitution would not refer to any other article except this one, it is the very soul of
the Constitution and very heart of it, and I am glad that the House has realized its in statement of dash. A. Dr. B.R. Ambedkar about Article 21. B. Dr. B.R. Ambedkar about Article 14. C. Dr. B.R. Ambedkar about Article 32. D. Dr. B.R. Ambedkar about Article 19. Correct answer C. Dr. B.R. Ambedkar about Article 32. നമ്മൾ പറഞ്ഞു അത് സുപ്രീം കോടതിയുടെ റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ്, അതിൻ്റെ പവറാണ്. സുപ്രീം കോടതിക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടുകളിലൂടെ ഓർഡേഴ്സ് ഇടാനായിട്ട് സാധിക്കും. Question 28. In which of the judgment Hon'ble Supreme Court held that judicial review is itself the basic features of the Constitution? A. Coelho vs. State of Tamil Nadu AR 2007 SC 861. B. Minerva Mills Limited vs. Union of India AR 1980 SC 1789. C. Chandrakumar vs. Union of India AR 1997 SC 1125. D. All the above are correct. Correct answer D. All the above are correct. Question 29. In which of the following judgment was delivered by Justice V.R. Krishna Iyer? A. Maneka Gandhi vs. Union of India. B. Akhil Bharatiya Karmachari Sangh vs. Union of India. C. Both A and B. D. Neither A nor B. Correct answer C. Both A and B. Question 30. Which of the following statement is true? The guaranteed right under Article 32 itself may be suspended by a presidential order under A. Article 358(1). B. Article 359(1). C. Article 357(1). D. Article 356(1). Correct answer B. Article 359(1). The എമർജൻസിയുടെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. Question 31. Additional District Magistrate Jabalpur vs. S.S. Shukla judgment was delivered by A. Chief Justice Sikri. B. Chief Justice Bhagavati. C. Chief Justice Chandrachud. D. Chief Justice A.N. Rai. Correct answer D. Chief Justice A.N. Rai. Question 32. The constitutionality of the anti-defection law has been upheld by the Supreme Court in the case of A. S.R. Bommai vs. Union of India. B. Quixota Holohon vs. Sachil Hu. C. Keshav Singh vs. Speaker. D. S.P. Gupta vs. Union of India. Correct answer B. Quixota Holohon vs. Sachil Hu. Question 33. The provision in the Constitution regulating criminal appeals to Supreme Court. A. Article 136. B. Article 141. C. Article 134. D. Article 132. Correct answer C. Article 134. Question 34. The President of India is to appoint a person to be the Attorney General for India who is qualified to be appointed as A. High Court Judge. B. Supreme Court Judge. C. Either A or B. D. Member of Parliament. Correct answer B. Supreme Court Judge. Question 35. Which is the constitutional provision relevant for solving questions of repugnancy between a central law and a state law? A. Article 254. B. Article 234. C. Article 245. D. Article 243. Correct answer A. Article 254. Question 36. In which case the Supreme Court laid down that the creme layer has to be excluded from the backward classes? A. M.R. Balaji vs. State of Mysore. B. Valsamma Paul vs. Cochin University. C. Indra Sohni vs. Union of India. D. Inder Singh vs. State of Rajasthan. Correct answer C. Indra Sohni vs. Union of India. Question 37. Article 19(1)(b) guarantees to the citizens of India the right to A. Speech and expression. B. Form association. C. Trade and profession. D. Assemble peacefully and without arms. Correct answer D. Assemble peacefully and without arms. Question 38. Which schedule of the Constitution deals with the administration and control of scheduled areas and scheduled tribes? A. 7th scheduled. B. 6th scheduled. C. 5th scheduled. D. 4th scheduled.
Correct answer C. 5th scheduled. Question 39. Who makes rules to determine the conditions of service and tenure of office of the election commissioners? A. President subject to the law made by the Parliament. B. President subject to the law made by Lok Sabha. C. Parliament subject to the control of President. D. Speaker. Correct answer A. President subject to the law made by the Parliament. Question 40. The original jurisdiction of the Supreme Court is stated under A. Article 141, B. Article 131, C. Article 231, D. Article 226. Correct answer B. Article 131. Question 41. The Parliament has power to legislate with respect to a matter in the state list in the national interest if the resolution is supported by A. 2/3 members of Council of States, B. 1/3 members of Council of States, C. half of the members of Council of States, D. both houses of Parliament. Correct answer A. 2/3 members of Council of States. Question 42. The power of Parliament to make any law with respect to matters not enumerated in the concurrent list or state list is A. Extraterritorial power, B. Concurrent power, C. Legislative power, D. Residuary power. Correct answer D. Residuary power. Question 43. The chairperson of the National Commission for Scheduled Caste is appointed by the President by A. Notice, B. Warrant, C. Oath, D. Either of the above. Correct answer B. Warrant. Question 44. Which House of the Parliament prefers charge for impeachment of the President? A. House of People, B. Council of States, C. Either House of Parliament, D. both Houses of Parliament. Correct answer C. Either House of Parliament. Question 45. A retired judge of a High Court cannot A. Practice in the Supreme Court, B. Practice in the High Court in India, C. Practice in any court except Supreme Court and other High Court, D. Practice in any court in India. Correct answer C. Practice in any court except Supreme Court and other High Court. Question 46. From where did the makers of the Indian Constitution derive the parliamentary structure of the government? A. Britain, B. United States of America, C. Ireland, D. none of the above. Correct answer A. Britain. Question 47. The word except according to procedure established by law in Article 21 of the Constitution of India were borrowed by the framers of A. Japan, B. USA, C. Russia, D. none of the above. Correct answer A. Japan. Question 48. The preamble of the Constitution was prepared by A. Pandit Jawaharlal Nehru, B. Sardar Patel, C. Mahatma Gandhi, D. Subhash Chandra Bose. Correct answer A. Pandit Jawaharlal Nehru. Question 49. On which among the following days the Constitution was adopted by Constituent Assembly? A. 26 April 1950, B. 26 March 1950, C. 26 November 1949, D. 26 January 1950. Correct answer C. 26 November 1949. Question 50. The Indian Constitution does not follow the model of the Constitution of A. UK, B. USA, C. China, D. Ireland. Correct answer C. China. Question number 51. We borrowed the concept of fundamental duties from the A. American Constitution, B. Irish Constitution, C. Canadian Constitution, D. USSR Constitution. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ്, ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടം എടുത്തത്? കറക്റ്റ് ആൻസർ ഡി. USSR Constitution. Question 52. The terms secular, integrity and socialist were added to the preamble in A. 1979, B. 1977, C. 1976, D. 1975. Correct answer C. 1976. Question 53. Which of the following pairs is correctly regarding the sources of the Constitution of India? A. Republic, Constitution of France, B. Powers of Supreme Court, American Constitution, C. Rule of Law, British Constitution, D. All are correct. Answer 53, D.
all are correct. Question 54. Under which of the following article laws inconsistent or abridging fundamental rights are declared void? A. Article 12, B. Article 13, C. Article 11, D. Article 21. Correct answer B. Article 13. Question 55. Prohibition of discrimination on grounds of religion etc. under Article 15 of the Constitution of India is a fundamental right classifiable. A. The right to freedom of religion. B. The right against exploitation. C. The cultural and educational rights. D. The right to equality. Correct answer 55. D. The right to equality. Question 56. Article 15 of the Constitution of India shall not prevent the state from making any special provision for A. Women and children. B. Socially and educationally backward classes of citizens. C. Scheduled caste and the scheduled tribes. D. All of the above. Correct answer D. All of the above. Question 57. Which of the following article was introduced by the Constitution? 93rd Amendment Act 2005. A. 15.3. B. 15.2. C. 15.4. D. 15.5. Correct answer D. 15.5. Question 58. Equality of opportunity in the matters of public employment is provided under Article A. Article 14. B. Article 15. C. Article 16. D. Article 17. Correct answer C. Article 16. Question 59. How many categories of freedom an Indian citizen shall have under Article 19 of the Constitution of India at present? A. 6. B. 7. C. 8. D. 9. ഇപ്പോൾ എത്ര ഫ്രീഡം ഉണ്ട്? ഈ ആർട്ടിക്കിൾ 19 ഫ്രീഡത്തിനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ അകത്ത് ഉള്ള ഫ്രീഡംസ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ A. 6. ഇപ്പോൾ 6 ഫ്രീഡമാണ് ഉള്ളത്. ഇതിൽ ഫ്രീഡം ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എടുത്തു മാറ്റി. ക്വസ്റ്റ്യൻ 60. നോ പേഴ്സൺ ക്യാൻ ബി എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ് ഓർ മൈൻസ് അൺലെസ് ഈസ് എബോവ് ദ ഏജ് ഓഫ് A. 12 ഇയേഴ്സ്, B. 14 ഇയേഴ്സ്, C. 18 ഇയേഴ്സ്, D. 20 ഇയേഴ്സ്. ഫാക്ടറീസിലും മൈൻസിലും ജോലി ചെയ്യുന്നതിന് ഒരു പേഴ്സണ് എത്ര വയസ്സിന് മുകളിലായിരിക്കണം, എത്ര വയസ്സ് താഴെയുള്ളവരെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. കറക്റ്റ് ആൻസർ B. 14 ഇയേഴ്സ്. 14 വയസ്സാണ് അതിനുള്ള പ്രായം. ക്വസ്റ്റ്യൻ 61. റൈറ്റ്സ് റിലേറ്റിംഗ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ ആർ കണ്ടെയ്ൻഡ് ഇൻ A. Article 25 to 30, B. Article 26 to 30, C. Article 25 to 28, D. Article 25 to 31. Correct answer C. Article 25 to 28. Question 62. No citizen shall be denied admission into any education institution maintained by the state or receiving aid out of a state funds on grounds only of religion, race, caste, language or any of them. This is provided in Article dash of the Constitution of India. Admission deny ചെയ്യാൻ പാടില്ല. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ? റിലിജിയൻ, റേസ്, കാസ്റ്റ്, ലാംഗ്വേജ്. എവിടെയൊക്കെയാണ്? മെയിൻറ്റൈൻഡ് ബൈ ദ സ്റ്റേറ്റ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റൈൻഡ് ബൈ ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ എയ്ഡ് കിട്ടുന്ന സ്ഥാപനങ്ങൾ. A. 29(1), B. 29(2), C. 29(3), D. 31. Correct answer B. 29(2). Question 63. Uniform Civil Code is applicable in which of the following states? A. Nagaland, B. Goa, C. Maharashtra, D. Jammu and Kashmir. Correct answer B. Goa. Question 64. Name the first woman lawyer to have been directly elevated from bar as a judge of Supreme Court of India. A. Intu Malhotra, B. Bhanumati, C. Batima Bibi, D. None of the above. Correct answer A. Intu Malhotra. Question 65. The Supreme Commander of the Indian Armed Forces. A. President of India, B. Prime Minister, C. Defense Minister, D. Army Chief. Correct answer A. President of India. Question 66. In cognizable offences, A. A police officer shall not arrest without warrant. B. A police officer may arrest without warrant. C. Arrest is not required. D. A police officer himself can arrest and release. എന്താണ് കോഗ്നിസിബിൾ ഒഫൻസ് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കറക്റ്റ് ആൻസർ ബി. എ പോലീസ് ഓഫീസർ മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. പോലീസ് ഓഫീസർക്ക് കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരാൾ കോഗ്നിസിബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ കോഗ്നിസിബിൾ ഒഫൻസ് ആണെന്ന് എങ്ങനെ അറിയാം? ഷെഡ്യൂളിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒഫൻസ് കോഗ്നിസിബിൾ ആണോ നോൺ കോഗ്നിസിബിൾ ആണോ എന്നുള്ളത്. ക്വസ്റ്റ്യൻ 67. ഇൻ ക്യാമറ റെഫേഴ്സ് ടു A. ഇൻ പ്രൈവറ്റ്, B. പബ്ലിക്, C. ഓപ്പൺ ട്രയൽ, D. ഓറൽ സബ്മിഷൻ.
Correct answer A in private. Question 68. Capital punishment means A. Death penalty, B. Imprisonment of 14 years, C. Imprisonment till death, D. Imprisonment of 20 years. Correct answer A. Death penalty. Capital punishment means death penalty. Question 69. In lieu means A. In place of, B. Same, C. Different, D. Contrast. Correct answer A. In place of. Question 70. Who presides over a joint sitting of the lower and upper house of the parliament? A. President of India, B. Speaker of Rajya Sabha, C. Speaker of Lok Sabha, D. Leader of the opposition. Correct answer C. Speaker of the Lok Sabha. Question 71. The President gives his resignation to the A. Chief Justice, B. Parliament, C. Vice President, D. Prime Minister. Correct answer C. Vice President. Question 72. Minimum age required to contest for presidentship is A. 23 years, B. 21 years, C. 35 years, D. 30 years. Correct answer C. 35 years. Question 73. Who appoints the chairman of the UPSC? A. President, B. Speaker of Lok Sabha, C. Chief Justice of India, D. Prime Minister. Correct answer A. President. Question 74. How many types of emergency have been visualized in the Constitution of India? A. 4, B. 3, C. 1, D. 2. Correct answer B. 3. Question 75. De novo means A. New, B. Nothing, C. Decline, D. Waive. Correct answer A. New. Question 76. The Supreme Court and High Court in India can issue A. 5 types of writs, B. 4 types of writs, C. 3 types of writs, D. None of the above. Correct answer A. 5 types of writs. Question 77. LLB stands for A. Law est jury, B. Legislate lawyers basilae, C. Legum baccalaureus, D. None of the above. Correct answer C. Legum baccalaureus. Question 78. Who among the following holds office during the pleasure of the President? A. Governor, B. Election Commissioner, C. Speaker of Lok Sabha, D. Prime Minister. Correct answer A. Governor. Question 79. Who administers the oath of office of the President of India before he enters upon the office? പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്, എ. ബി. സ്പീക്കർ, സി. വൈസ് പ്രസിഡന്റ്, ഡി. പ്രൈം മിനിസ്റ്റർ. Correct answer A. Chief Justice of Supreme Court. Question 80. A person who is not a member of parliament can be appointed as a minister by the president for A. 9 months, B. 3 months, C. 12 months, D. 6 months. Correct answer D. 6 months. Question 81. Who is the ex-officio chairman of the Council of States? A. Vice President, B. Leader of the opposition, C. President, D. Speaker. Correct answer A. Vice President. Question 82. Under which article of the Constitution is the President's rule promulgated on any state in India? A. 326, B. 370, C. 380, D. 356. Correct answer D. 356. Question 83. The minimum age required for becoming the Prime Minister of India is A. 30 years, B. 35 years, C. 40 years, D. 25 years. Correct answer D. 25 years. Question 84. What is contained in the 10th schedule of the Constitution? A. Languages recognized by Constitution, B. Forms of oath or affirmation, C. Laws that cannot be challenged in any court of law, D. Provision regarding disqualification on grounds of defection. Correct answer D. Provision regarding disqualification on grounds of defection. Question 85. For an unlawful assembly under section 141 of IPC, the minimum number of persons required is A5, B7, C10, D20. Correct answer A5. Question 86. For an assembly to be unlawful, it must have a common objective of the kind specified in A. Section 141 of IPC, B. Section 140 of IPC, C. Section 142 of IPC, D. Section 144 of IPC.
Correct answer B. Section 140 of IPC. Question 87. For application of Section 149 of IPC, A. Offender must be A. Member of unlawful assembly. B. Offence must have been committed in prosecution of the common object. C. Both A or B. D. Either A or B. Correct answer C. Both A or B. Question 88. For an affray under Section 159 of IPC, the minimum number of person required A. 5, B. 4, C. 2, D. 7. Affrayക്ക് എത്ര പേരാണ് മിനിമം വേണ്ടത്? Correct answer C. 2. Question 89. Culpable homicide has been defined. A. Section 299 of IPC. B. Section 300 IPC. C. Section 302 of IPC. D. Section 304 of IPC. Correct answer A. Section 299 of IPC. Question 90. Murder has been defined. A. Section 299 of IPC. B. Section 300 of IPC. C. Section 302 of IPC. D. Section 301 of IPC. Correct answer B. Section 300 of IPC. Definition ആണ് പറയുന്നത്. Punishment ആണ് 302 ൽ പറയുന്നത്. Question 91. Culpable homicide is not murder if it is committed under A. Grave and sudden provocation. B. Self intoxication. C. Irresistible impulse. D. All of the above. Correct answer A. Grave and sudden provocation. Question 92. Culpable homicide not amounting to murder is punishable with A. Death. B. Imprisonment for life. C. Imprisonment for life or imprisonment for 10 years. D. Imprisonment for 10 years. Correct answer C. Imprisonment for life or imprisonment for 10 years. Question 93. Hurt has been defined as bodily pain, disease or infirmity to any person under Section A. Section 319 of IPC. B. Section 320 of IPC. C. Section 323 of IPC. D. Section 325 of IPC. Correct answer A. Section 319 of IPC. Question 94. Grievous hurt has been defined under A. Section 320 of IPC. B. Section 321 of IPC. C. Section 322 of IPC. D. Section 325 of IPC. Correct answer A. Section 320 of IPC. Question 95. Which of the following are grievous hurt? A. Emasculation. B. Permanent disfiguration of face. C. Privation of any member or joint. D. All the above. Correct answer D. All the above. Question 96. Wrongful restraint has been defined under A. Section 339 of IPC. B. Section 340 of IPC. C. Section 341 of IPC. D. Section 342 of IPC. Correct answer D. Section 342 of IPC. Question 97. Wrongful confinement has been defined under A. Section 342 of IPC. B. Section 341 of IPC. C. Section 340 of IPC. D. Section 339 of IPC. Correct answer C. Section 340 of IPC. Question 98. Assault in order to outrage the modesty of a woman is punishable. A. Under Section 363 of IPC. B. Under Section 354 of IPC. C. Under Section 509 of IPC. D. Under Section 511 of IPC. Correct answer B. Under Section 354 of IPC. Question 99. Kidnapping from lawful guardianship under Section 361 IPC can be A. Of a person under 16 years of age if male. B. Of a person under 18 years of age if female. D. Of a person of unsound mind. D. All the above. Correct answer D. All the above. Question 100. The subject matter of theft. A. Can be movable. B. Can be immovable. C. Both A and B. D. Either A or B. Correct answer A. Can be movable property. Question 101. The involvement of 5 or more person is essential for A. Theft. B. Extortion. C. Robbery. D. Dacoity. Correct answer D. Dacoity. Question 102. An act which is not done gratuitously is A. Quantum merit. B. Rescission. C. Injection. D. Novation. Correct answer A. Quantum merit. Question 103. Finder of lost goods is same as A. Bailey. B. Offeree. C. Pony. D. None. Correct answer A. Bailey. Question 104. Contingent contract must relate to dash event. A. Present. B. Past. C. Future. D. None. Correct answer C. Future. Question 105. Death of parties will discharge the contract. A. True. B. False. C. Partial. D. None.
Correct answer A. True. Question 106. A contract under a mistake of fact is A. Void, B. Voidable, C. Valid, D. Illegal. Correct answer B. Voidable. Question 107. Ultra vires. A. Inside the power, B. With the power, C. Outside the power, D. To the power. Correct answer C. Outside the power. Question 108. Uberme fide. A. Of good faith, B. Of bad faith, C. Of utmost good faith, D. None of these. Correct answer C. Of utmost good faith. Question 109. Res judicata. A case to be decided. B. Case already decided. C. Case not to be decided. D. Case posted for hearing. Correct answer C. Case not to be decided. Question 110. Repugnant. A. Inconsistent. B. Consistent. C. Of little use. D. None of these. Correct answer A. Inconsistent. Question 111. Per curiam. A. By the court. B. By the judge. C. By the advocate. D. None of these. Correct answer A. By the court. Question 112. Actio personalis moriter cum persona. A. The personal right does not die with the person. B. A personal right of action dies with the person. C. A personal right does not exist. D. None of these. Correct answer B. A personal right of action dies with the person. Question 113. Ignorantia juris non excusat. A. Ignorance of law is no excuse. B. Ignorance of law is excused. C. Ignorance of law is not excused. D. None of these. Correct answer A. Ignorance of law is no excuse. Question 114. Austin divides jurisprudence into A. Analytical jurisprudence and normative jurisprudence. B. General jurisprudence and particular jurisprudence. C. Both A and B. D. Expositional jurisprudence and unsocial jurisprudence. Correct answer C. Both A and B. Question 115. Which one is the modern source of law? A. Custom, B. Precedent, C. Legislation, D. B and C. Correct answer C. Legislation. Question 116. Find out the odd one out. A. Statute, B. Bylaw, C. Rules, D. Regulations and notifications. Correct answer A. Statute. Question 117. Professor Gray is a popular dash jurist. A. English, B. French, C. Roman, D. American. Correct answer A. English. Question 118. In which of the following judicial decision it was held by the Supreme Court that all court in India? A. Sajjan Singh versus State of Rajasthan, B. Kailash Chand Sharma versus State of Rajasthan, C. Bengal Immunity Co. Limited versus State of Bihar, D. Both B and C. Correct answer A. Sajjan Singh versus State of Rajasthan. Question 119. Which of the following statement is not correct? A. Stare decisis means to stand by precedent and not to disturb the settled point of law. B. Ratio decidendi means the reason for the deciding a case. C. Every judgment must be supported by ratio decidendi and obiter dicta. D. A precedent may be original, declaratory, authoritative or persuasive in nature. Correct answer C. Every judgment must be supported by ratio decidendi and obiter dicta. Question 120. Wamba's theory is related to A. Supreme legislation, B. Subordinate legislation, C. Precedents, D. Custom. Correct answer C. Precedents. Question 121. The doctrine of prospective overruling was applied by the Supreme Court in A. Shankari Prasad versus Union of India, B. Sajjan Singh versus Union of India, C. Goleknath versus State of Punjab, C. Bengal Immunity Company Limited versus State of Bihar. Correct answer C. Goleknath versus State of Punjab. Question 122. Via trita via tuta means A. Usage is an acceptable custom, B. A custom must be reasonable, C. Immemorial antiquity, D. Frequented path is reliable path. Correct answer D. Frequented path is reliable path. Question 123. Oliver Wendell Holmes was a dash jurist. A. English, B. Roman, C. French, D. American.
Correct answer D. American. Question 124. Dash defines a legal right as an interest recognized and protected by a rule of justice. A. Gray, B. Salmond, C. Austin, D. Roscoe-Pound. Correct answer B. Salmond. Question 125. Hochfeld's analysis is related to A. Various kinds of ownerships, B. Various kinds of persons, C. Various kinds of rights, D. Various kinds of titles. Correct answer C. Various kinds of rights.